അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, ഏകദേശം 13-14 വർഷം മാത്രം പ്രായമുള്ള പൊന്നുമോൾ. ആ വീടിൻ്റെ, ആ കുടുംബത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു. ഈ സംഭവം നടക്കുന്നത് പാലക്കാടിലാണ്. ഓരോ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പൊന്നുമക്കൾ, സ്കൂൾ മദ്രസയിൽ പോകുന്ന മക്കൾ, സ്കൂളിലേക്ക് പോയ പൊന്നുമോള് രാത്രിയായിട്ടും വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. കുടുംബ വീട്ടിലും പലയിടത്തും മകൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തിരഞ്ഞു നോക്കിയാലും മകളെ കാണാതിരിക്കുമ്പോൾ പോലീസിൽ പരാതിയുമായി മാതാപിതാക്കൾ പോയി. അങ്ങനെ കുട്ടിയെ അന്വേഷിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ആ കുട്ടിയെ കണ്ടത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. പോലീസുകാർ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പൊന്നുമോൾ 3 ചെറുപ്പക്കാരെ കൂടെ ഇങ്ങനെ രസിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് പോലീസുകാർ കണ്ടത്. അങ്ങനെ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. മാതാപിതാക്കൾ ഇതറിഞ്ഞപ്പോൾ വല്ലാണ്ട് ഞെട്ടിപ്പോയി. മോൾക്ക് എന്ത് സംഭവിച്ചു? ആ വീട്ടിലെ പ്രിയപ്പെട്ട മോള് ആ കുടുംബത്തിൻ്റെ എല്ലാമായിരുന്നു. എന്നിട്ടോ ഒന്നോ അല്ല 3 ചെറുപ്പക്കാരെ കൂടെ റെയിൽവേ സ്റ്റേഷനിൽ അവളെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, അവരെ കൂടെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി വല്ലാത്ത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഈ ഇത്ര ചെറിയ പ്രായത്തിൽ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ആ മോളെത്തി? ആ മോളുടെ സംസാരം, ആ വീട്ടിൻ്റെ എല്ലാം, ആ മകളുടെ പെരുമാറ്റത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കുമായിരുന്നു. എന്നാൽ അവർ കാര്യമായി കണ്ടില്ല. കാരണം പഠിക്കുന്ന തിരക്കിലല്ലേ. അപ്പോൾ മൊബൈൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ പഠിക്കുന്ന മകളെ, അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടാകുമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ അവഗണിച്ചു. പാവപ്പെട്ട മാതാപിതാക്കൾ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, രക്ഷിതാക്കൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ മുമ്പിൽ നമ്മുടെ പൊന്നുമക്കൾ നല്ല അവരുടെ പെരുമാറ്റമൊക്കെ കണ്ടാലേ നമുക്ക് വിചാരിക്കും എൻ്റെ മോള് നല്ല മോളെന്നോ. ഈ കുടുംബം വിചാരിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയെ ഒരു കൗൺസിലർക്കിൽ കൊണ്ടുപോയപ്പോൾ ആ സുഹൃത്ത് പങ്കുവെക്കുന്ന വിവരം വല്ലാത്ത വേദനിപ്പിക്കുന്നതായിരുന്നു. ആ മകളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം എന്താണ്? എന്തുകൊണ്ട് ആ കുട്ടി ആ ഒരു രീതിയിലേക്ക് എത്തി? അതും ഈ ചെറിയൊരു പ്രായത്തിൽ, അതും ഒരു 3 ചെറുപ്പക്കാരെ കൂടെ എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ മാതാപിതാക്കൾക്കത് ഉൾക്കൊള്ളാനാവാത്തൊരു കാഴ്ചയായിരുന്നു. അവൾ പറഞ്ഞ വാക്കുകൾ കേട്ട് കൗൺസിലർ പോലും ഞെട്ടിപ്പോയിന്ന. ആ പെൺകുട്ടി രഹസ്യമായി പറഞ്ഞത്, ഞാൻ വീട്ടിൽ എൻ്റെ ഉമ്മ എൻ്റെ കയ്യിൽ മൊബൈൽ നൽകും. ഞാൻ ആ മൊബൈലിലൂടെ ഉമ്മയും വാപ്പയും വീട്ടുകാരും ആരും അറിയാതെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് മറ്റു പല വീഡിയോസുകളായിരുന്നു എന്ന. കാണാൻ പറ്റാത്ത അശ്ലീലമായ വീഡിയോസുകളാണ് നിരന്തരമായി ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇത് കേട്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. ഈ ചെറുപ്രായത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ കയ്യിൽ നാം മൊബൈൽ കൊടുക്കുമ്പോൾ ഇതൊക്കെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ, ആ ചെറിയ മോൾ പറയുന്നു, എൻ്റെ വാപ്പയിലൂടെയും എൻ്റെ സഹോദരനൂടെയും ഞാൻ അവരെ നോക്കുന്ന നോട്ടവും അത് ലൈംഗിക ചുവയുള്ള ആ നോട്ടത്തിലായിരുന്നു ഞാനും അവരെ കാണുന്നത്. കാരണം അത്രയും എഡിക്റ്റായി പോയി ഇതിലൂടെ ആ പെൺകുട്ടി. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പാവം മക്കളല്ലേ, അവരൊരാഗ്രഹമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കും. കാരണം നമ്മുടെ എല്ലാമാണ് നമ്മുടെ പൊന്നുമക്കൾ. അവരെന്തു ചോദിച്ചാലും നാം വാങ്ങിക്കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുണ്ടാക്കുന്ന ദുരന്തം നമുക്കറിയില്ല. കാരണം ഇത് കണ്ട് കാരണം നമ്മുടെ കണ്ണ് എന്നുള്ളത് വല്ലാത്തൊരിതാണ്.
നാം ഏതാണോ കാണുന്നത്, അല്ലേ, ചാരിയാൽ ചാരിയത് മണക്കുമെന്ന് പറഞ്ഞതുപോലെ ആ പെൺകുട്ടി അവസാനം വല്ലാത്തൊരവസ്ഥയിലേക്കായി ആഘാനുണ്ടായ കാരണം അവൾ സ്നേഹിച്ച് ആ മാതാപിതാക്കൾ ആ മോൾക്ക് നൽകിയ മൊബൈൽ ആ മക്കൾക്കറിയില്ല. ആ മാതാപിതാക്കൾക്ക് കൃത്യമായി മൊബൈൽ എന്തെന്ന് ശരിക്കറിയില്ല. കാരണം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കും അതിലൂടെ പല ആൺ സുഹൃത്തുമായിട്ടുള്ള ബന്ധങ്ങൾ. കാരണം മാതാപിതാക്കൾ മുമ്പിലേക്ക് വരുമ്പോൾ സ്ക്രീൻ അവർ മാറ്റും. അവർ വിചാരിക്കും മക്കൾ പഠിക്കുകയാണ് എന്ന്. എന്നാൽ എപ്പോഴും നമ്മുടെ മക്കളിൽ ഒരു ശ്രദ്ധ നമ്മുടെ മാതാപിതാക്കൾ വേണം. അടുത്താണല്ലോ ഒരു പെൺകുട്ടി ഉമ്മയും വാപ്പയും അറിയാതെ ഒരു ദിവസം ഉമ്മ പിടിക്കപ്പെട്ടു. ഉമ്മ ആ മകളോട് പറഞ്ഞു, മോളെ ഇത് ശരിയല്ല, അന്യ ചെറുപ്പക്കാരുമായിട്ടുള്ള ഈ ബന്ധം ഇത് അപകടത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല, ഞാൻ സ്കൂൾ വിഷയങ്ങൾ ചോദിച്ച് എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ച് പഠിക്കുകയാണ്, അത്തരത്തിലുള്ളത് വിചാരിക്കരുത്. വാപ്പ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തു. വാപ്പ അത് വലിയ ഗൗനിച്ചില്ല. കാരണം മോൾ അങ്ങനെ ചെയ്യൂല, എൻ്റെ മോളല്ലേ എന്ന് പറഞ്ഞു. അവസാനം ആ മകളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് വലിയ ഭാഗ്യം എന്ന് പറയണം. കാരണം 4-5 ചെറുപ്പക്കാർ കൊണ്ടുപോയി പല വിധത്തിൽ അവളെ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ രക്ഷപ്പെട്ട സംഭവം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നമ്മുടെ മക്കളിലേക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുക. അവർക്ക് അത്യാവശ്യമാണെങ്കിൽ ഉമ്മയുടെ മൊബൈൽ ഉണ്ടാകുമല്ലോ, അതവർ ഉപയോഗിച്ചോട്ടെ. അതും അത്യാവശ്യമായി ഉമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ ഉപയോഗിച്ചോട്ടെ. കാരണം ഇന്ന് മൊബൈലിൽ കാണുന്ന പലതും ആഡ്സ് ആണെങ്കിൽ പലതും അത് മക്കളറിയാതെ അങ്ങ് എത്തിപ്പോവുകയാണ്. മക്കൾക്ക് അത് കാണാനുള്ള പല സുഹൃത്തുക്കൾ വഴി അവർ അതിനെക്കുറിച്ച് പരിചയപ്പെട്ട് അവരങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയാൽ അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കും. നമ്മുടെ മക്കൾ പിന്നെ നമുക്ക് നഷ്ടപ്പെട്ട് പിന്നെ ചിന്തിച്ച് കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണം. കാരണം മക്കളുടെ കാര്യത്തിൽ നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ കുല്ലുക്കും റായി വ കുല്ലുക്കും മസ്ഊലൻ റഅയ്യത്തി എന്നാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്, ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. നമ്മുടെ മക്കളുടെ കൂട്ടുകാരികൾ ആരാണ് എന്നുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. നമ്മുടെ മക്കൾ എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ബോധപൂർവ്വം നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ആ ഭാഗം നാം ശ്രദ്ധിക്കാതെ അവഗണിച്ച് ആ മക്കൾ വഴിപിഴച്ചാൽ മാതാപിതാക്കൾ അതിൻ്റെ ഉത്തരവാദിയാകും. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മക്കളെ ദീനിയായ രീതിയിൽ വളർത്തൽ ഓരോ രക്ഷിതാക്കളുടെ കടമയാണ്. വിശുദ്ധ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ചെറുപ്രായത്തിൽ അവർക്ക് ദീനിയായ കാര്യങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. 10 വയസ്സായിട്ട് പോലും അവർ അത് ചെയ്തില്ലെങ്കിൽ അടിക്കണമെന്ന്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. 7 പ്രായത്തിൽ അവരോട് കൽപ്പിക്കുക, 10 വയസ്സ് ആയിട്ടും അവർ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ അടിക്കണമെന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ആ മക്കൾക്കറിയില്ല ഏതാണ് തിന്മ, ഏതാണ് തെറ്റായ കാര്യം. പക്ഷേ മൊബൈൽ അവരിങ്ങനെ കണ്ടു ആസ്വദിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം, അതിൻ്റെ ഒരു അഡിക്റ്റായി കഴിഞ്ഞതിൻ്റെ ശേഷം അവരെ പിന്നെ അതിൽ നിന്ന് തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമാകും. അതിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു നിയന്ത്രണമുണ്ടെങ്കിൽ ചെറിയ തെറ്റുകളെപ്പോലെ വലിയ പർവ്വതീകരിച്ച് കാണണം മക്കളെ മുമ്പിൽ. അപ്പോൾ മക്കൾ ഗൗരവത്തിൽ കാണും. നാം ചെറിയ ചില തെറ്റുകൾ നാം മാതാപിതാക്കളും കുടുംബക്കാരും ഒന്നിച്ചിരുന്ന് കാണുകയാണ്, അല്ലേ, നിസ്സാരമായി കാണുകയാണ്. അപ്പോൾ ആ മക്കളത് വലിയ കാര്യമായി കാണുന്നില്ല. അന്യ സ്ത്രീ പുരുഷന്മാരുള്ള പരസ്പര ബന്ധങ്ങളും അവരുടെ സ്നേഹകഥകളും അവരുടെ ലാലനവും പല വീഡിയോസുകൾ ഇങ്ങനെ കാണുമല്ലോ, യൂട്യൂബിലും പല നിലക്കും. അതൊക്കെ മാതാപിതാക്കൾ കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ്. അവരെ കുറിച്ച് പുകഴ്ത്തിങ്ങനെ പറയുമ്പോൾ ഞാനും ഈ ഒരു രീതിയിലെത്തിയാൽ എനിക്കും എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കുടുംബത്തിലൊരു അംഗീകാരം കിട്ടുമല്ലോ, എനിക്കും ഇങ്ങനെ ഒരു ആൺ സുഹൃത്തുണ്ടായിരുന്നുവെങ്കിൽ മക്കളുടെ ചിന്ത അങ്ങനെ പോകും. പിന്നെ അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കും. പിന്നെ ഖേദിച്ചിട്ടൊരു കാര്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ തിന്മകൾ ചെറുപ്രായത്തിൽ തന്നെ വലിയ തിന്മകളായി കാണണം. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തുൽ കിറാം ചെറിയ തിന്മകളെപ്പോലും പർവ്വതമായി കണ്ടിരുന്നു. അത് ഈമാനിൻ്റെ അടയാളമാണ്. മാതാപിതാക്കൾ വീട്ടിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ
ആ രീതിയിൽ മക്കളെ വളർത്തിയാൽ, നോക്കൂ, നാം ഇന്നലെ സ്വാതന്ത്ര്യദിനം ആഘോഷം അല്ലേ, വളരെ സന്തോഷത്തിൽ നാം ആചരിച്ചു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യത്തിന് പൊരുതിയ വലിയ വലിയ മഹത്തുക്കളുടെ കഥകൾ നോക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അത്ഭുതപ്പെടുകയാണ്. അവരുടെ മാതാപിതാക്കൾ ആ പൊന്നുമക്കളെ പോറ്റു വളർത്തിയ രീതിയാണ് അത്ഭുതപ്പെടുന്നത്. എത്രത്തോളം പഠിക്കാൻ പോകുന്ന സമയത്ത് പോലും ആ മാതാപിതാക്കളുടെ ഉപദേശം അല്ലേ, ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു, അതുപോലെ മുഹമ്മദ് അലി ജൗഹറിനെ പോലത്തെ ആളുകൾ പഠിക്കാൻ പോകുമ്പോഴേക്ക് ആ മാതാപിതാക്കൾ നൽകിയ ഉപദേശം. നാം മഹാനായ ഷാഫി റളിയല്ലാഹു അൻഹു ഒരുപാട് മക്കളുടെ കഥകൾ പറയും. അവർ ചെറുപ്രായത്തിൽ തന്നെ മക്കളുടെ കാര്യം ശ്രദ്ധിച്ചിരുന്നു. എന്നും കുഞ്ഞിക്ക് മുലപ്പാലും കൊടുക്കുന്ന സമയത്ത് ഒതുയില്ലാതെ കൊടുക്കുമായിരുന്നില്ല. ഇരുന്നു കൊണ്ട് ബിസ്മി ചൊല്ലി അതിൻ്റെ സുന്നത്തുകളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് അങ്ങനെ ആ മക്കളെ വളർത്തി അവർ മഹാരഥന്മാരായി. നമ്മുടെ ഉമ്മമാർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ വളർത്തുന്ന രീതി വളരെ മനോഹരമായാൽ ഇത്തരത്തിലുള്ള ദുഃഖകരമായൊരു വിഷയം നമുക്ക് കേൾക്കേണ്ടി വരികയില്ല. നാം നിസ്സാരമായി കണ്ടാൽ ദുഃഖിക്കേണ്ടി വരും. നമുക്ക് പിന്നെ കുടുംബം തന്നെ നശിഞ്ഞു പോകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പൊന്നുമക്കൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.